ഹലോ, ഇന്നൊരു വെനസ്ഡേ ആട്ടോ. ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നേക്കണേ. ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഞാനൊരു 3 മണിയായപ്പോഴേക്കും എഴുന്നേറ്റു. 8 മണിയായപ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കും കേട്ടോ. ഇവർക്കും ഉറക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോഴേക്കും ഫുഡിനായിട്ട് ഓടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ പോയി കുറച്ച് പണി ചെയ്തു. രാവിലെ കഴിക്കാനുള്ള മുട്ട പുഴുങ്ങി ഇന്നലെ നൈറ്റ് വെച്ച ചോറും ഞാൻ ചൂടാക്കി ഊറ്റാൻ വെച്ചു. അത് കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ഒരു കപ്പ് ഉലുവ ഇട്ട് വെച്ചിട്ടുള്ള ചൂടുവെള്ളം കുടിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് രാവിലെ ടു ഡു ലിസ്റ്റ് എഴുതാവുണ്ടെന്ന്. അങ്ങനെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് എഴുതാൻ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, എനിക്ക് ഭയങ്കര മറവിയാണ്. അപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം ഓർത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. 2, അന്നത്തെ ദിവസം അവസാനം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഡേ എത്രത്തോളം പ്രൊഡക്റ്റീവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. ഒരു 70% കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടും. അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഡേ കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യണമെന്ന് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്തു കേട്ടോ. ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഉദ്ദേശിച്ചത്ര വർക്ക് കംപ്ലീറ്റ് ആക്കാണ്ടാണ് ഉറങ്ങി. ഒരു 5:30 ആയപ്പോൾ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് രാവിലെ കഴിക്കാൻ ഓട്സ് ചിയ പുഡിംഗ് ആണേ. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കമൻറ്റിൽ ഇട്ടേക്കാം. കണ്ടിട്ട് ട്രൈ ചെയ്തൊന്ന് നോക്കണേ. ഭയങ്കര ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഓട്സൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ചോറും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കറിയാണ്. നമ്മുടെ ചോറും ഓൾറെഡി റെഡിയാണ്. നമുക്ക് ബാക്കിയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. പ്രജിത്തിന് വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവം കേട്ടോ ഈ വെണ്ടയ്ക്ക. അത് ഞാൻ ഉണ്ടാക്കുന്നതാണോന്ന് അറിയില്ല, പക്ഷെ പുള്ളിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മളെല്ലാം കഴിക്കണമല്ലോ. ഇതിന് കാര്യമായ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വെണ്ടയ്ക്ക, കുഞ്ഞുള്ളി, വേപ്പില. പിന്നെ ഞാൻ ഒരു നന്നാക്കാനുള്ള എളുപ്പത്തിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം. ഇങ്ങനെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കുമ്പോൾ വെണ്ടയ്ക്ക അരിയുമ്പോൾ അതിൻ്റെ സ്റ്റിക്കിനെസ് കുറച്ച് കുറവായിരിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെയിനറിൽ വെള്ളം പോകാൻ വെക്കാവേ. അങ്ങനെ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് അത് വേഗം വെച്ചു. ആ ടൈമിൽ ചക്കക്കുരു നന്നാക്കി എടുത്തു. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ടേ. കുക്കറിലിട്ടൊരു 3-4 വിസിൽ കയറ്റി ചക്കക്കുരു വേവിച്ചെടുത്തു. ചക്കക്കുരു വേവാൻ വെച്ച ടൈമിൽ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഈ പാത്രങ്ങളെല്ലാം കഴുകി കഴിയുമ്പോൾ സിങ്ക് കാണാൻ എന്ത് രസമല്ലേ. പക്ഷേ ഇത് കഴുകുന്ന കാര്യം ഓർക്കുമ്പോഴൊരു മടി. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കറി വെച്ചു. അപ്പോഴേക്കും നേരം വെളുത്തു കേട്ടോ. പിന്നെ ഓട്സിലിടാനുള്ള മാങ്ങ ചെത്തിയെടുത്ത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ആ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തു. കുറച്ച് നേരം പോയി റെസ്റ്റ് ചെയ്തു. ഒരു 9:30 ആയപ്പോഴേക്കും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. വർക്കിനിരുന്നു. പിന്നെ ഒരു 11 മണി ആയപ്പോഴേക്കും പ്രജിത്തിന് പോകാൻ ടൈം ആയപ്പോൾ ഞാൻ ലഞ്ചെല്ലാം പാക്ക് ചെയ്തു. ആളുടെ ബാഗും പാക്ക് ചെയ്ത് കൊടുത്തു. സാധാരണ ബാഗ് പ്രജിത്ത് തന്നെയാണ് പാക്ക് ചെയ്യാറ്. പക്ഷേ ഇന്ന് ആൾ ലേറ്റ് ആയതുകൊണ്ടും എനിക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ടും ഞാൻ ചെയ്തു കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ പ്രജിത്തിന് മുടി ഡ്രൈ ചെയ്ത് കൊടുത്തു. ആളുടെ പനി മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് മുടി നനച്ച് വെക്കണത് നല്ലതല്ലാന്ന് തോന്നി. ഈ ഹെയർ ഡ്രയർ എനിക്ക് വാങ്ങിയതാണെങ്കിലും എന്നേക്കാളും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള പ്രജിത്താണ് കേട്ടോ. സാധാരണ ഹെയർ ഡ്രയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹെയറിന് അത്ര നല്ലതല്ല. നമ്മുടെ മുടിക്ക് ചൂട് കാറ്റ് കൊടുക്കുമ്പോൾ മുടിയുടെ സ്ട്രെങ്ത് ഒട്ടും ഇല്ലാണ്ടാവും. അങ്ങനെ ഗ്രാജുവലി മുടി പൊട്ടും. പക്ഷേ ഇതിൽ കോൾഡ് ഹെയറിൻ്റെ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അതത്ര ഹാംഫുൾ അല്ല. എന്നാലും മാക്സിമം വീക്കിലി 2 വട്ടമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. സംഭവം കൊള്ളാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. അങ്ങനെ പ്രജിത്തിന് ഓഫീസിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വർക്കിനിരുന്നു. ഒരു 3 മണിയായപ്പോൾ ഭയങ്കര വിശപ്പ്. ഞാനൊരു 1 hour ബ്രേക്ക് എടുത്തു. ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോൾ ഞാനൊരു മാങ്ങ എത്തി കഴിച്ചു. പിന്നെ നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും വർക്ക് തീർത്തു. ഡിന്നർ നമുക്ക് സെയിം മെനു ആണേ. ഞാൻ മിക്കവാറും ഡിന്നർ കഴിക്കാറില്ല. ഇന്ന് ലഞ്ച് ലേറ്റായി കഴിച്ചുകൊണ്ട് വിശപ്പ് ഒട്ടുണ്ടായിരുന്നില്ല. പ്രജിത്തിന് ചോറ് തികയില്ലാന്ന് തോന്നിയുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ച് ചോറ് വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഞാൻ ഉറപ്പായിട്ട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.